മാട്രിമോണി വഴി പെണ്ണന്വേഷിക്കുന്നവർ എന്റെ അവസ്ഥ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് എന്റെ ജീവിതം പോയി, കുടുംബം പോയി, എന്റെ ജോലി പോയി, ബാധ്യതകൾ ഒരുപാടായി, മൊത്തം നശിച്ചു, ഒരു ബ്ലാക്ക് ഔട്ടായി, സീറോ ആയി. ആത്മഹത്യയെ പറ്റി ചിന്തിച്ചോ? തീർച്ചയായും ഒരുപാട് വട്ടം ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. സ്വയം ചിന്തിച്ചെടുത്ത ഡിസിഷൻ അങ്ങനെ ആത്മഹത്യയുണ്ട്, പ്രേരിപ്പിച്ച് ചെയ്യിച്ച ആത്മഹത്യ അറ്റംപ്റ്റുകൾ വരെ ഉണ്ട് എന്റെ ഈ ജീവിതത്തിൽ. ഇപ്പം അവന്റെ ജോലി നഷ്ടപ്പെടുത്തി, അവന്റെ ജീവിതമേ നഷ്ടപ്പെടുത്തി, പാസ്പോർട്ടും കീറി. ഇവർക്ക് വേണ്ടി പൈസ ചെലവാക്കി ചുരുക്കുമ്പോൾ എങ്ങനെ പോയാലും എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കണക്കില്ല. ഇപ്പൊ നാട്ടിലെ ട്രാൻസാക്ഷൻ കൂട്ടുവാണെങ്കിൽ തന്നെ മൊത്തത്തിൽ ഒരു ഓവറോൾ ട്രാൻസാക്ഷൻ ഒരു 50 ലക്ഷം രൂപയ്ക്ക് അകത്തോളം വരും. അവൻ വിവാഹം കഴിച്ച പെൺകുട്ടിയാണിത്. ആ പെൺകുട്ടിക്ക് വേണ്ടി പണിഞ്ഞ വീടാണ്. പെൺകുട്ടിക്ക് വേണ്ടി പണിത വീടാണിത്. അവള് പ്രത്യേകം വീട് വെച്ച് താമസിക്കുള്ളൂ, ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവൻ ലോണൊക്കെ എടുത്താണ് ഈ വീട് വെച്ചത്. വലിയ വീടാണല്ലോ. അതെ, ലോണാണ് അത്രയും. പക്ഷേ അത് പിന്നെ ആ കുട്ടി ഇങ്ങനെ എന്തോ, ആ കുട്ടി ഇവിടെ വരെ നിൽക്കുകയോ സഹകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് അത് വേറെ ഒരു അഫെയർ ഉണ്ടായിരുന്നു, അങ്ങനെ ആ വ്യക്തിയോടൊപ്പം ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത്. ഇല്ലില്ല, ഇങ്ങോട്ട് വരത്തില്ല. അവൻ അവിടെയാണ് ഇപ്പം, ജോലിയെല്ലാം നഷ്ടപ്പെട്ടിപ്പോ അവിടെയാണ് ഇരിക്കുന്നത്. ആകാ തകർന്ന് അതെ അതുപോലെ തന്നെ കിടക്കുവാണ്. അത് ഇവിടെ ഒരു പഴയ വീട്, ഇവിടെ സ്ഥലമാണ്, എന്റെ സ്ഥലമല്ല, അവളെ സ്ഥലമായിരുന്നു. ഇവിടെ ഒരു കുടുംബ വീട് ഉണ്ടായിരുന്നു, അതിനെ ഇടിച്ച് പൊളിച്ചിട്ട് ചെയ്ത വീടാണ്. എന്നിട്ട് ഇതിന്റെ ഇത് മെയിൻ കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെയാണ് ഇവിടെ ടൈലും പുല്ലും എല്ലാം വന്ന് പണിക്കാരെല്ലാം നമുക്കറിയില്ല. ഇറങ്ങിപ്പോയി, അവൾ ഇറങ്ങിപ്പോയി. ഇപ്പൊ എവിടെയാണെന്ന് എന്താണെന്ന് നമുക്കൊരു വിവരവും ഇല്ല. എന്നിട്ട് രണ്ടാമത്തെ ഒരു പെണ്ണ് ജീവിതത്തിലോട്ട് അങ്ങനെ അവിടെ ആയിട്ട് പരിചയപ്പെട്ടു ഒരു കുട്ടി, അങ്ങനെ പരിചയപ്പെട്ടവര്. അത് എന്തരാണെന്ന് വെച്ചാ അതും ഇങ്ങനെ എന്തോ ആണ്, അങ്ങനെ പരിചയപ്പെട്ട് അവിടെ ആ കുട്ടിയോടൊപ്പം ജീവിക്കുന്നു എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. ആ പെണ്ണ് എന്ത് സംഭവിച്ചു? അവനെ ഒരുപാട് ഊറ്റിയെടുത്തിട്ട് പോയില്ലേ? അത് പക്ഷേ ഇതിന്റെ ഒരു ബദൽ ആയിരുന്നു എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അത് ഇവന്റെ പണവും ജോലിയും കണ്ടു വന്നതാണ്. അവസാനം ഇവന്റെ ആകെ ചതിച്ചു. ഈ ആദ്യത്തെ ഭാര്യയ്ക്ക് ഇവന് എല്ലാ റെക്കോർഡുകളും ഇവനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ആ കൊച്ച് ഡൈവേഴ്സിന് വേണ്ടി കൊടുത്തു. അങ്ങനെ ആകെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുകയാണ്. ജോലി പോയി, അവന്റെ ജീവിത മാർഗമേ പോയി. അവന്റെ പാസ്പോർട്ട് ഈ വ്യക്തി വലിച്ചു കീറി. ജീവിതത്തിൽ വന്ന ഒരു പെൺകുട്ടി അവന്റെ ഫോൺ നഷ്ടപ്പെടുത്തി, അവന്റെ ജോലി നഷ്ടപ്പെടുത്തി, അവന്റെ ജീവിതമേ നഷ്ടപ്പെടുത്തി, പാസ്പോർട്ടും കീറി. അവൻ ഇനി പാസ്പോർട്ട് എടുക്കാൻ നിവർത്തിയില്ല. പാസ്പോർട്ട് കീറിയതിന്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUലായിരുന്നു. 2 പ്രാവശ്യം ശ്രമിച്ചു. അവനിപ്പോ ഇങ്ങോട്ട് വരത്തില്ല. ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ അവിടെ ആ ഫ്രണ്ടില് അവിടെ ഉള്ളു, അവൻ ഇങ്ങോട്ട് വരത്തില്ല. അതിനുശേഷം ഈ വീട്ടിൽ അവൻ കേറത്തേ ഇല്ല. ഹലോ, അതെ, എന്തോ ഇവിടെ ഇരട്ടത്തിരിക്കുന്നത്? ജീവിതം തന്നെ ഇരുട്ടിലാണ്. എന്തോ പറയാനാ ചേട്ടാജി, വീടൊക്കെ കണ്ടില്ലായിരുന്നോ? അതെ, അത്രയും വലിയൊരു പദവിയിൽ നിന്ന് ഇപ്പൊ ഏറ്റവും താഴെ സീറോയിൽ വന്ന് നിൽക്കുന്ന ആളാണ്. അത്രയും വീട് പണിഞ്ഞ ആളല്ലേ? അതെ. അതുകൊണ്ട് ആ വീടിന് എത്ര രൂപ ചെലവായി കാണും? 97 ലക്ഷം രൂപ, ഏകദേശം 97. കയ്യില് കണക്ക് പ്രകാരം 97, അല്ലാണ്ട് എക്സ്പെൻസ് ആയത് വേറെയുണ്ട്. ഇതിന് എത്ര ശമ്പളക്കാരനായിരുന്നു? 3.4 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു. വരുമാനം പ്ലസ് അല്ലാണ്ട് കയ്യില് വേറെ വർക്കുകൾ ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ട്. ഒരു മാസം എങ്ങനെ പോയാലും ഒരു ആവറേജ് ബാലൻസ് എന്റെ അക്കൗണ്ടിൽ എങ്ങനെ പോലെ 5 ലക്ഷത്തിന് മുകളിലോട്ട് ഉണ്ടാവാറുണ്ട് എല്ലാ മാസവും. 2 സ്ത്രീകളാണ് ജീവിതം ഈ പരുവത്തിലാക്കിയത് അല്ലേ? ആദ്യം ഭാര്യ എന്ത് ചെയ്തു? ഭാര്യ വേറൊരാളെ കൂടെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞു ആളിനെ വീണ്ടും വിളിച്ചോണ്ട് വന്ന് വീണ്ടും ഒരു ജീവിതം കൊടുത്തു. അപ്പൊ ആളുടെ ഡിമാൻഡ് പ്രകാരമാണ് വീട് വെക്കുന്നത്. എന്റെ വീട്ടിൽ നിൽക്കാനും പാരന്റ്സിനെ ഫേസ് ചെയ്യാനും ബുദ്ധിമുട്ട് കാരണം. സോ അങ്ങനെ അത് ചെയ്തു കൊടുത്തു. അത് കടക്കാരനായി. അത് കഴിഞ്ഞ് ആൾക്ക് വേറൊരു ജോലി മേടിച്ചു കൊടുത്തു കോയമ്പത്തൂര്. അങ്ങനെ അവിടെ പോയി ആള് അവിടെ ഒരാളെ കൂടെ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. അത് വല്ലാത്തൊരു ഷോക്കായി. അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു തീർച്ചയായും. പിന്നെ ഒറ്റയ്ക്ക് എബ്രോഡ് താമസിക്കുന്നു. ഗൾഫിൽ താമസിക്കുമ്പോൾ വേറൊരു സ്ത്രീ ജീവിതത്തിലേക്ക് വരും. അത് കോഴിക്കോടുകാരിയാണ്. അപ്പൊ ഈ ആള് ഭയങ്കര തെരിയായിരുന്നു കണ്ടുപിടിച്ച രണ്ടാമത്തെ. തീർച്ചയായും. അത് ഇവിടുത്തെ എങ്ങനെ കണ്ട് പരിചയപ്പെട്ടെ? ഷാദി.com മാട്രിമോണി വഴിയാണ് പരിചയപ്പെടുന്നത്. അതായത് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ദുബായിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ എന്തായാലും, കാരണം എന്റെ വൈഫുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല, കുടുംബമില്ല, ഒന്നുമില്ല. ഒറ്റപ്പെട്ടു. ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഫ്രണ്ട്സിന്റെ. പിന്നെ ഒറ്റയ്ക്ക് ഒരു ബാച്ചിലർ റൂമിലോട്ട് വന്നപ്പോഴത്തേക്കാണ് പിന്നെ ഒരു പുതിയൊരു ജീവിതം എന്തായാലും നോക്കണം. അതിന്റെ റീസൺ ഇതുപോലൊരു സെപ്റ്റംബർ 14 എന്റെ വൈഫ് ഒരാളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ. എന്നെ വിഷ് ചെയ്യുന്നില്ല ആരും. സോ എനിക്ക് മനസ്സിലായി ഇനി അതിൽ പോയിട്ട് കാര്യമില്ല, അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലായിട്ടാണ് ഞാൻ പിന്നെ ഒരു മാട്രിമോണി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 14. മനസ്സിലായത് ഇവർക്ക് ദുബായിൽ ഞാൻ ഒരു ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം വ്യാജമാണെന്ന് അവർ എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അല്ല ഇവര് ആദ്യത്തെ കെട്ടാണ് അവരുടെ? അല്ല, ഇവരുടെ ശരിക്കും പറഞ്ഞാല് ഇനി മൂന്നാമത്തെ കെട്ടാണ്. അതെ,
അതെങ്ങനെ മനസ്സിലാക്കി? അത് ഈ പിന്നെയുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. കാരണങ്ങൾ അവരുടെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള റിലേറ്റീവ്സ്, അതായത് വെളിയിലുള്ള ആൾക്കാരുടെ അടുത്ത് നെയ്ബേഴ്സ് തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ രണ്ടാമത്തെ കല്യാണം നടത്തി കൊടുക്കുന്നത് പോലും കുറച്ച് ചേട്ടന്മാർ അവിടെ നിന്ന് പൈസ പിരിച്ചിട്ടും ഇവരുടെ അച്ഛൻ വന്ന് കരഞ്ഞു പറഞ്ഞിട്ടൊക്കെയാണ് കല്യാണം നടത്തി കൊടുക്കുന്നത്. അതൊക്കെ പറ്റിച്ചിട്ടാണ് മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ലിവിംഗ് ടുഗദർ. അതെ, ഉപദ്രവം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അതിന്റെ തലയ്ക്ക് കമ്പിക്ക് അടിച്ചത്, കഴുത്തിന് കീ കൊണ്ട് കുത്തി. ഇതിന്റെ എല്ലാം കേസ് ഫയൽ ഉണ്ട് ദുബായില്. പിന്നെ വീഡിയോസും ഫോട്ടോസും എന്റെ ഫോണിൽ തന്നെ ഉണ്ട്, എല്ലാത്തിന്റെ വിഷ്വൽസും കാര്യങ്ങളും. എന്നിട്ട് ഇവർക്ക് വേണ്ടി പൈസ ചെലവാക്കി ചുരുക്കും എങ്ങനെ പോയാലും എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കണക്കില്ല. കാരണം ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആയിരുന്നു കൂടുതൽ. ഇപ്പൊ നാട്ടിലെ ട്രാൻസാക്ഷൻ കൂട്ടുവാണെങ്കിൽ തന്നെ മൊത്തത്തിൽ ഒരു ഓവറോൾ ട്രാൻസാക്ഷൻ ഒരു 50 ലക്ഷം രൂപയ്ക്ക് അകത്തോളം വരും. പിന്നെ എന്റെ കയ്യിൽ രേഖപ്രകാരം ഉള്ളത് ഒരു 18-20 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് ഇപ്പൊ തന്നെ എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ എന്ത് പറഞ്ഞാൽ മേടിക്കുന്നത്? ഇതൊക്കെ എന്ന് പറഞ്ഞാല് ത്രെട്ടനിങ് ആയിരുന്നു. ത്രെട്ടനിങ് കുറെയൊക്കെ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്ത് മേടിക്കും. അതായത് അച്ഛനും അമ്മയും കൊല്ലും, എന്റെ പേഴ്സണൽ വീഡിയോസ് വെളിയിലിടും, പുറത്ത് വിടും, എന്റെ ഭാര്യ ഡിവോഴ്സിന്റെ കേസ് നടക്കുന്ന ആൾക്ക് ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യും. അങ്ങനെ എല്ലാം ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് പൈസ മേടിക്കുന്നത്. ഇവരുടെ പേര് ശരണ്യ എന്നാണ് പേര്. ഇവര് ഒരുപാട് ആൾക്കാരെ ഇതുപോലെ ചീറ്റ് ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കിയാൽ തന്നെ മെയിൽ എത്ര പേരുണ്ടോ അത് അത്രയും പേരും ഷാദി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വഴി പരിചയപ്പെട്ടതാണ്. പിന്നെ റീസെന്റ് ഒരു ചേട്ടൻ എന്റെ ഫോട്ടോ, ഞാൻ ഇവരുടെ ഫോട്ടോസ് ഒരുമിച്ചുള്ളത് മനഃപൂർവ്വം ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ എന്നോട് പറയുവാണ്, ഞാൻ ആ കുട്ടിയെയും അവളുടെ അച്ഛനെയും അമ്മയും കുഞ്ഞിനെയും കൂടെ ദുബായിക്ക് കൊണ്ടുപോകാനായിട്ട് വീടൊക്കെ എടുത്ത് സെറ്റായിട്ട് കാത്തിരിക്കുവായിരുന്നു. പുള്ളിക്കാരൻ കോട്ടയത്തുള്ളതാണ്. ആളുടെ പേര് ഞാൻ പറയാം, കോട്ടയത്തുള്ള ഒരു ചേട്ടനാണ്. ആള് പറഞ്ഞു, പിന്നെ വിളിച്ചെൻ്റെ അടുത്ത് സംസാരിച്ചു ഒരുപാട്. ആള് പറഞ്ഞു ഒരിക്കലും വിടത്തില്ല എന്ന് പറഞ്ഞു. വളരെ വലിയ സ്കാം ആണെന്നും പുള്ളി പറയുന്നുണ്ട് ഒരുപാട്. എവിടെ വേണോ ഏത് സ്റ്റേഷനിൽ വന്നോ വന്ന് മൊഴി തരാനും എല്ലാത്തിനും പുള്ളിയും തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ജീവിതം പോയി മൊത്തം. പിന്നെ അതിനുശേഷം ഗൾഫ് ജീവിതം പോയി. കാരണം എന്റെ പാസ്പോർട്ട് അവരെ നശിപ്പിച്ചു. അത് കാരണം എനിക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിവിടെ ലോക്കായി. എത്ര വർഷം നാട്ടിലുണ്ട്? ഇപ്പം വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് ടൈം ഇവിടെ നിൽക്കുന്നത് നാട്ടില്. ജീവിതമാർഗം അറിയില്ല എങ്ങനെയാ മുന്നോട്ട് പോവാന്ന് എനിക്കറിയില്ല. ആത്മഹത്യയെ പറ്റി ശ്രമിച്ചു. കാരണം പിന്നെ എനിക്ക് അതിൽ മുന്നോട്ട് വേറെ എല്ലാം ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. ഒന്നും ചിന്തിക്കാനായിട്ടോ ഒന്നും ഇല്ല. കാരണം ഇവരെ പറ്റി പിന്നെ ഞാൻ എന്ത് അന്വേഷിച്ചാലും ഒരാൾ പോലും നല്ല അഭിപ്രായങ്ങൾ പറയുന്നില്ല. ഇവൻ വാടകയ്ക്ക് പോലും വേറെ വീടുകളിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് താമസിച്ച് ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത്, ഇതൊക്കെയാണ് ഞാനിപ്പം പോലീസിനും അവിടെ എല്ലാം കൊടുത്ത പരാതികളാണ് ഇതെല്ലാം. വനിതാ സെല്ല്, മുഖ്യമന്ത്രി, NRI സെല്ല്, മനുഷ്യാവകാശ കമ്മീഷൻ, DGP ഓഫീസ്, DYSP ഓഫീസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് പരാതികള്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇങ്ങനെ അത്രയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാനുള്ള കാരണം എന്താ? കാരണം ഇപ്പോഴും ഇതിനകത്ത് ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ. കാരണം ഇവരുടെ തന്നെ കയ്യിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് ലീഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇവരെ പറ്റി ഞാൻ അന്വേഷിച്ചു. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു സാധനങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഞാൻ കോടതി വഴി പോയാലും എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് അവർക്ക് ഒരു പ്രോപ്പർട്ടി പോലും ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എല്ലാം ഫേക്ക് ആയിരുന്നു. ഇപ്പം ഗവൺമെന്റിന്റെ എന്തോ ഒരു ദുരിതാശ്വാസ വഴി 6 ലക്ഷം രൂപ ഒരു ഫണ്ട് അനുവദിച്ച് കിടപ്പുണ്ട്. അതിന്റെ ഇൻഫർമേഷൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതും ഞാൻ എന്തായാലും ബാക്കി ലീഗലി മുന്നോട്ട് തന്നെ പോകും. കാരണം അത് അർഹിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഈ സ്കാം കാണിച്ച് ചീറ്റ് ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നവർക്കല്ല ഒരിക്കലും. ഇനി ഒരു പെണ്ണെന്ന് പറയുമ്പോഴേ പേടിയപ്പോ? തീർച്ചയായും ഒരിക്കലും ഉണ്ടാകത്തില്ല. പെണ്ണെന്ന് കേൾക്കുമ്പോഴേ ഇനി എന്താ മനസ്സിൽ വരുന്നത് കല്യാണത്തിന് ചിന്തിക്കുമ്പോൾ? ശരിക്കും എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ പോലും ഞാൻ ഇത്രയും ഫേസ് ചെയ്തിട്ടില്ല. ഇത്രയും എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇത് എന്ന് പറഞ്ഞാൽ മെന്റലി അങ്ങ് ഇല്ലാണ്ടാക്കുന്ന. കാരണം നിപ്പില് സ്വഭാവം മാറുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പൊ നമ്മളോട് ഒന്ന് പറയും, പക്ഷെ ചെയ്യുന്നതെല്ലാം വേറെ ഒന്നായിരിക്കും. ഇങ്ങനെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. സിനിമയിൽ പോലും ഇങ്ങനത്തെ ഒരു സ്റ്റോറി കണ്ടിട്ടുമില്ല. ആ രീതിയിൽ നശിപ്പിച്ച് കളഞ്ഞതാ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയില്ല. ജീവിതം പോയി. തീർച്ചയായും കംപ്ലീറ്റ് പോയി. ശരിക്കും പറഞ്ഞാല് പ്രേമിച്ചോ അല്ലെങ്കിൽ വേറെ കണ്ടുള്ള പരിചയമൊന്നുമല്ല, മാട്രിമോണി വഴിയാണ് കാണുന്നത്. തീർച്ചയായും അതെ. അതുകൊണ്ടാണ് ഈ മാട്രിമോണി വഴി പരിചയപ്പെട്ട ഒരുപാട് പേര് ഇതുപോലെ ഫേസ് ചെയ്യുന്നുണ്ടാവും ഇഷ്യൂസ്. വെളി പറയാൻ പറ്റുന്നവരും വെളി പറയാൻ പറ്റാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പൊ ഇനി എനിക്കത് വെളി പറയുന്നത് കൊണ്ട് വേറെ നഷ്ടങ്ങളൊന്നുമില്ല. എല്ലാം അതിന്റെ കൂടെ ഒരു 100% മാത്രമേ ആവുന്നുള്ളൂ. ഇത് എല്ലാ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ഫേക്ക് ആയിരുന്നു. ഇവര് ഓരോ ആൾക്കാരടുത്തും ഇങ്ങനെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. ഉടനെ ഇൻസ്റ്റഗ്രാം ID ചോദിക്കും. എന്നിട്ട് അവരുടെ അടുത്ത് കമ്പനി ഉണ്ടാക്കും, കോണ്ടാക്ട് ഉണ്ടാക്കും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പൈസ കടം ചോദിക്കലാണ് ഇവരുടെ പരിപാടി. ഇഷ്ടംപോലെ അതുപോലെ പൈസ കടം കൊടുത്ത ആൾക്കാരുണ്ട്, സ്വർണം കൊടുത്ത ആൾക്കാരുണ്ട്. ഇവൻ അവരുടെ സുഹൃത്തുക്കൾ പോലും. പക്ഷെ ആർക്കും വെളിയിൽ പറയാൻ പറ്റത്തില്ല. കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്.